ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നിങ്ങളെ കാണാൻ പോകുന്നത്. ഞാനങ്ങനെ ഡേ ഇൻ മൈ ലൈഫൊന്നും ചെയ്തിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നൊരു തേഴ്സ്ഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ മടിയൊന്നുമില്ല എണീക്കാൻ. അല്ലെങ്കിൽ എത്ര അലാറം അടിച്ചാലും ഞാൻ എണീക്കത്തില്ല. ഇച്ചാനാണ് എന്നെ എണീപ്പിക്കാറ്. ഇന്ന് ഞാനെന്തോ നേരത്തെ എണീറ്റു. ഇന്നത്തെ ക്ലൈമറ്റ് നല്ല കുഴപ്പമില്ലാത്ത കേട്ടോ. അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. എന്നും ഞാൻ എണീറ്റ് വിൻഡോ ഒന്ന് നോക്കും. അന്നത്തെ ക്ലൈമറ്റ് അറിയണമെങ്കിൽ വിൻഡോ തുറന്ന് നോക്കിയാൽ മതിയല്ലോ. ഇച്ചാൻ എണീറ്റു. ഇനി ഞാൻ പോയിട്ട് പിള്ളേരെ വിളിക്കട്ടെ. സ്കൂളിൽ പോകണ്ടേ? അവരെ വിളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. എനിക്ക് തീരെ ക്ഷമയില്ല കേട്ടോ ഇവരുടെ പുറകെ നിൽക്കാൻ. അതിനൊക്കെ എൻ്റെ ഇച്ചാനാണ് നല്ലത്. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് സെയിം ടൈമിൽ തന്നെ ഡ്യൂട്ടിക്ക് പോകണ്ടേ. ഇച്ചന് പതുക്കെ പോയാൽ മതി. അതുകൊണ്ട് രാവിലെ ഇവരെ എണീപ്പിക്കുന്നതും എനിക്ക് റെഡിയാവുന്നതും എല്ലാം കൂടെ ഒരു വലിയ ചടങ്ങായിരിക്കും. പാവം മിക്കി, ഈ കരച്ചിൽ എന്നും ഉള്ളതാണ് കേട്ടോ. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നേരത്തെ സ്കൂളിൽ പോകണ്ടേ? ഇവിടെ 7:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നേ. നാട്ടിലെ പോലെയൊന്നും അല്ല. എനിക്ക് പോലും രാവിലെ എണീക്കാൻ മടിയാണ്. അപ്പോൾ ഈ കുഞ്ഞു പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി എൻ്റെ അടുത്ത പുത്രനെ നോക്കട്ടെ. അവൻ പിന്നെ വേഗം എണീറ്റുള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത ടാസ്ക് യൂണിഫോമൊക്കെ ഇട്ടു. ഇനി അടുത്തത് ഒരു ഗ്ലാസ് പാല് കുടിക്കാനുള്ള തന്ത്രപ്പാടാണ്. ഇത് കുടിക്കാൻ വേണ്ടി ഞാൻ ഇനി എന്തൊക്കെ നമ്പർ ഇറക്കണമെന്നോ. അവസാനത്തെ അടവ് ഞാൻ പ്രയോഗിച്ചു. വേറൊന്നുമല്ല, നാളെ ഫ്രൈഡേ ആണല്ലോ, എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇതെല്ലാ തേഴ്സ്ഡേയിലും പറയുന്ന കാര്യമാണ്. അത് പറയുമ്പോൾ അവൻ്റെ മുഖം മാറും കേട്ടോ. ഇപ്പം നോക്കിക്കോ. ബസ് വരാറായി. ഒന്ന് വേഗം കുടിക്കടാന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ അവിടെ നിൽക്കുക. ഇച്ചാൻ്റെ ബാഗൊക്കെ എടുത്ത് പോകാൻ തുടങ്ങി. എന്നിട്ടും മിക്കി പാല് കുടിച്ച് കഴിഞ്ഞിട്ടില്ല. ഒരു വിധത്തിൽ പാലൊക്കെ കുടിച്ച് താഴെ ഇറങ്ങി ചെന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ബസ് വരും. ഇന്ന് ഞാൻ ഓഫീസിൽ വെച്ചത് ലേറ്റായിട്ടാണ് പോകുന്നത്. കാരണം എനിക്ക് വേറെ സ്കൂളിലൊന്ന് പോകണമായിരുന്നു. മിക്കിയുടെ നോട്ടം കണ്ടോ? ബസ് വരെ നോക്കി നിൽക്കുക. ഇപ്പം രണ്ടുപേരും ഉഷാറായിട്ടുണ്ട്. ബസ്സും വന്നു. അവർ പോയ പുറകെ തന്നെ ഞാൻ സ്കൂളിലോട്ട് പോയി കേട്ടോ. എന്നിട്ട് അവർ വരുന്നിടം വരെ ഞാൻ വെയിറ്റും ചെയ്തു. വേറൊന്നിനല്ല, അവർ സ്കൂളിൽ പോകുന്നത് എനിക്കൊന്ന് കാണാമല്ലോ. ഐവനാണ് എന്നും മിക്കിനെ ക്ലാസ്സിൽ കൊണ്ട് വിടുന്നത്. കണ്ടോ, കൈയൊക്കെ പിടിച്ചാണ് ആൾ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിലും ഐവൻ ഇവരെ ഭയങ്കര കെയറിങ് ആണ്. രണ്ടാളെ, മിക്കിനെയും റാഫേലിനെയും. വീട്ടിലുള്ള കുസൃതിയും വഴക്കൊക്കെ ഉള്ളൂ. പുറത്ത് വെച്ച് ഇവർ 3 പേരും കട്ടയ്ക്ക. ഞാൻ പതുക്കെ അവരറിയാതെ പുറകെ കൂടെ പോവുകയാണ്. ഇപ്പോഴാണ് കേട്ടോ ഇവൻ എന്നെ കണ്ടത്. അവൻ പിന്നെ ബൈ പറഞ്ഞ് ക്ലാസ്സിലോട്ട് പോയി. ഞാൻ പതുക്കെ മിക്കയുടെ ക്ലാസ്സിലൊന്ന് നോക്കി കേട്ടോ. അവൻ പതുക്കെ ബാഗൊക്കെ കൊണ്ട് വെച്ച് അവിടെ നിന്ന് എന്നെ നോക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു ബൈ ഒക്കെ പറഞ്ഞിട്ട് പതുക്കെ അവിടുന്ന് സ്കൂട്ടായി. കൂടുതൽ നേരം നിന്നാൽ ചിലപ്പോൾ കരഞ്ഞാലോ. ഞാൻ അവിടുന്ന് അപ്പം തന്നെ വേഗം പോന്നു കേട്ടോ. വീട്ടിൽ എത്തിയപ്പം നമ്മുടെ ഇളയ പുത്രൻ നല്ല ഉറക്കത്തിലാണ്. അവന് പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ വെച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇടിയപ്പമായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇച്ചാൻ അടുത്ത റൗണ്ട് ഉറക്കത്തിന് കയറി. അപ്പം അതാ കിടക്കുന്നത് നമ്മുടെ പുത്രൻ എണീറ്റു. ഞാൻ പിന്നെ അവിടെ ഒരു ബൈയൊക്കെ പറഞ്ഞ് ഇവിടുന്ന് സ്കൂട്ടായി. ഓഫീസിൽ പോകണ്ടേ? ഇന്ന് ഞാൻ ടാക്സിക്കാണ് കേട്ടോ പോകുന്നത്. സാധാരണ ഞാൻ ഓഫീസ് ട്രാൻസ്പോർട്ടേഷനിലാണ് പോകുന്നത്.
പണിതെന്ന് തോന്നുന്നു. കണ്ടില്ലേ അവിടെ വെള്ളം കിടക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് ഓഫീസ് ചെല്ലണമെന്നേ ഉള്ളൂ. ഒരുപാട് പണി ഉണ്ടായിരിക്കും ചെയ്യാൻ. പിന്നെ ഈ റോൾ ചേഞ്ച് അതൊരു ചലഞ്ചിങ് ആണ്. വീട്ടിലൊരു റോൾ, ഓഫീസിലൊരു റോൾ. നമ്മൾ പെണ്ണുങ്ങൾക്ക് അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് അല്ലേ? പിന്നെ ഈ ചലഞ്ച് നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് വിമൻ ആക്കുമല്ലോ. ബൈ ദ വേ, ഇതാണ് കേട്ടോ എൻ്റെ ഓഫീസിലോട്ടുള്ള വഴി. ഞാനിവിടെ ഒരു ബാങ്കിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ബാങ്ക് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം ടെൻഷൻ പിടിച്ച പണിയെന്ന്. ശരി, അപ്പം ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ. ഇനിയിപ്പം വീട്ടിലെ കാര്യം പോയിട്ട് നമ്മുടെ കാര്യം പോലും ഓർക്കാൻ സമയമില്ലാതെ നമുക്ക് ജോലി ചെയ്യാനുണ്ട്. അപ്പം ഞാൻ പണി തീർക്കട്ടെ. അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇന്ന് ഇച്ചിരി ലേറ്റായി കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് പണിയുണ്ടായിരുന്നു. മാക്സിമം ഞാൻ വീട്ടിൽ ചെന്നിട്ട് ലാപ്ടോപ്പ് തുറക്കാൻ നോക്കാറില്ല. കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണ്ടേ. പിന്നെ ഈ ഓഫീസും വീടും ഇതിനൊക്കെ അപ്പുറം നമുക്ക് വേറൊരു ലൈഫും കൂടെ വേണം. അതായത് നമുക്ക് നമ്മുടേതായ ഒരു ലൈഫ്. സെൽഫ് ലവ് എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾക്ക് തന്നെയല്ലേ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നത്. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഞാൻ ചിലപ്പോൾ ഓഫീസിൽ എനിക്ക് ടെൻഷൻ കൂടുമ്പം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ വരുമല്ലോ, നമുക്ക് മനുഷ്യരല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒറ്റ വഴിയേ ഉള്ളൂ, പോയി ഒരു ഷോപ്പിംഗ് അങ്ങ് ചെയ്യും. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ എനിക്ക് വേണ്ടി തന്നെ മേടിക്കും. ചിലപ്പോൾ ഒരു ഡ്രസ്സാവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആക്സസറീസ് ആവാം, എന്തെങ്കിലും. പറഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. ഇനി ഫുഡ് കഴിച്ചിട്ടാവും ബാക്കി കാര്യം. ഞാൻ എന്നും കാണുന്നൊരു പ്രോഗ്രാമാണ് കേട്ടോ പേളി മാണി ഷോ. കണ്ടത് തന്നെ റിപ്പീറ്റും കാണാറുണ്ട്. എന്തോ പേളിയുടെ സംസാരം കേൾക്കാൻ എന്തോ നല്ല രസമാണ്. ഒരു പോസിറ്റീവ് എനർജി തരുന്ന പോലെ. ഞാനെന്നും എൻ്റെ പേരൻസിനെ വിളിക്കും കേട്ടോ. വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിക്കും. ഞാനിനി പോയി പിള്ളേരെ വിളിക്കട്ടെ കേട്ടോ. അവരെവിടെയാണെന്നോ? ഡേ കെയറിലാണ്. ഞങ്ങൾ ഓഫീസിൽ പോകുമ്പം അവരെ ഡേ കെയറിലാക്കിയിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ് ഡേ കെയർ.
ഐവനും മിക്കയും അവരുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ. അങ്ങനെ അപ്പയും വന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങളൊരു സിനിമ കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഗുഡ് നൈറ്റ്.